ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ അവസാനത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ആക്ടിവിറ്റീസും വിശദമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങളും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് ആരംഭിക്കാം. ആദ്യത്തേത് ലെറ്റ്സ് അനലൈസ് ആക്ടിവിറ്റി 1. Grace wanted to buy the Monster High doll Dracula for Halloween. When days passed and her mother did not buy her the doll, she decided to ask her again. അപ്പോൾ ഇവിടെ ഗ്രേസിന് ഹാലോവീന് തനിക്ക് ഒരു ഡ്രാക്കുളറായ വേണം എന്ന് അമ്മയോട് ആവശ്യപ്പെട്ടു. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോഴും അമ്മ ഇത് വാങ്ങിക്കൊടുക്കുന്നില്ല. അപ്പോൾ ഗ്രേസ് അമ്മയോട് പറയുന്ന ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഗ്രേസ് ആദ്യം അമ്മയോട് സംസാരിക്കുന്നു, അതിനുശേഷം ബ്രദറിനോടും സംസാരിക്കുന്നുണ്ട്. ഗ്രേസ്: മോം, ഐ റിയലി വാണ്ട് ദ മോൺസ്റ്റർ ഹൈ ഡോൾ. വുഡ് യു മൈൻഡ് ബൈയിങ് ഇറ്റ് ഫോർ മീ ടുഡേ? മോം: സോറി, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. വി ക്യാൻ അഫോർഡ് ഇറ്റ് നൗ. വിൽ യു വെയിറ്റ് ഫോർ എ ഫ്യൂ മോർ വീക്സ്? അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മോൺസ്റ്റർ ഹൈ ഡോൾ വേണം, എനിക്ക് വാങ്ങിത്തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നു അത് വളരെ അതിന് വലിയ വിലയാണ്, അത് നമുക്ക് വാങ്ങാൻ കഴിയുന്നതല്ല എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഗ്രേസ് ബ്രദറിൻ്റെ അടുത്ത് എന്ന് പറയുന്നു, Brother, I want a Dracula doll. All my friends have new dolls. What will I do on Halloween without it? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു ഡോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതില്ലാതെ ഞാൻ എങ്ങനെ ഹാലോവീൻ ആഘോഷിക്കും? ഡു യു മൈൻഡ് ബൈയിങ് ഇറ്റ് ഫോർ മീ? നോട്ട് അറ്റ് ഓൾ, ഐ വിൽ ബൈ ഇറ്റ് ഫോർ യു സിസ്. അല്ല, അപ്പം ഞാൻ കുഴപ്പമില്ല, ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നു, ഇവർ തമ്മിലുള്ള ഈ ഒരു സംഭാഷണത്തിൽ റിക്വസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദി എക്സ്പ്രഷൻസ് വി യൂസ് ഫോർ മേക്കിംഗ് റിക്വസ്റ്റ്? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻസ് ഇതിലേതാണ്? വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ഇൻ ദം? അപ്പോൾ അതിൽ എന്തെങ്കിലും ഒന്നിൽ കൂടുതലുണ്ടല്ലോ, 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? വിച്ച് ഓഫ് ദീസ് ആർ മോർ പൊളൈറ്റ് ആൻഡ് ലെസ് അതോറിറ്റേറ്റീവ്? ഇതിലേതാണ് കൂടുതൽ പൊളൈറ്റ് ആയിട്ടുള്ളത്, കൂടുതൽ വിനയത്തോടെ ചോദിക്കുന്നത് ഇതിലേതാണ്? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. എക്സ്പ്രഷൻസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റിക്വസ്റ്റ്, ഇതിൽ 2 എണ്ണമാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, വുഡ് യു മൈൻഡ് ബൈയിങ് ഇറ്റ് ഫോർ മീ ടുഡേ? ഡു യു മൈൻഡ് ബൈയിങ് ഇറ്റ് ഫോർ മീ? ഇനി ഇതാണ് ഈ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള 2 എക്സ്പ്രഷൻസ്. ഇനി ഇതിൽ നമ്മൾ നോട്ടീസ് ചെയ്ത ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് എക്സ്പ്രഷൻ വുഡ് യു മൈൻഡ് ഈസ് മോർ ഫോർമൽ, അത് കൂടുതൽ ഫോർമലാണ്. അതുപോലെ വളരെ എളിമയോടെ ചോദിക്കുന്ന ഒന്നാണ് ആദ്യത്തേത്, കാരണം അമ്മയോടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ പൊളൈറ്റാണ്, കൂടുതൽ പൊളൈറ്റാണ് രണ്ടാമത്തെ റിക്വസ്റ്റിനെക്കാളും. രണ്ടാമത്തെ റിക്വസ്റ്റോ അതും പൊളൈറ്റാണ്, അത്രയും പൊളൈറ്റ് അല്ല. ഒന്നാമത്തെ എക്സ്പ്രഷൻ്റെ അത്ര തന്നെ പൊളൈറ്റ് അല്ല. ഏകദേശം നമ്മുടെ ഏജിലൊക്കെ ഉള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് ആണ് അതിൽ കൂടുതൽ പൊളൈറ്റ് ആയിട്ടുള്ളത്. വുഡ് യു മൈൻഡ് ഈസ് എ പൊളൈറ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വേ ഓഫ് മേക്കിംഗ് എ റിക്വസ്റ്റ്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് വുഡ് യു മൈൻഡ്. ഡു യു മൈൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിളാണ്, ഡയറക്റ്റ് റിക്വസ്റ്റ് ആണ്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് എന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം സാധാരണഗതിയിൽ ഒരു ING ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം, വുഡ് യു മൈൻഡ് ബൈയിങ് അവിടെ ING ഫോം ഉപയോഗിച്ചു. ഡു യു മൈൻഡ് ബൈയിങ് അവിടെയും ING ഫോം ഉപയോഗിച്ചു. അപ്പോൾ ഇതിന് ശേഷം ഒരു ING ഫോം ഉപയോഗിക്കണം. Now look at the following sentences. What difference does it make when if is added to would you mind and do you mind? ഇനി ഈ would you mindൻ്റെയും do you mindൻ്റെയും കൂടെ ഒരു ഇഫ് കൂടി ചേർത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇപ്പോൾ ഗ്രേസ് പറയാണ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോട്ട് ദ ഡോൾ മൈസെൽഫ്? ഞാനിത് വാങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫ് കോഴ്സ് നോട്ട്, യു മേ ബൈ ഇറ്റ് യുവർ സെൽഫ്. കുഴപ്പമില്ല, നീ വാങ്ങിക്കോളൂ. ഇപ്പോൾ ഗ്രേസ് ബ്രദറിനോട് പറയാം, ഡു യു മൈൻഡ് ഇഫ് ഐ ബൈ ദ ഡോൾ മൈസെൽഫ്? അപ്പോൾ ബ്രദർ പറയാം, ഡോണ്ട് വറി, ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. നീ വിഷമിക്കേണ്ട, ഞാനത് വാങ്ങിത്തരാമെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വുഡ് യു മൈൻഡ് ഇഫ്, ഡു യു മൈൻഡ് ഇഫ്. ഇതിൽ വുഡ് യു മൈൻഡ് ഇഫിന് ശേഷം പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. കണ്ടോ, വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോട്ട്. എന്നാൽ ഡു യു മൈൻഡ് ഇഫ് ഐ ബൈ എന്നാണ്. അവിടെ V1 വെർബിൻ്റെ ആദ്യത്തെ ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഡു യു മൈൻഡ് ഇഫ് കഴിഞ്ഞാൽ പ്രസൻറ്റ് ഫോമും വുഡ് യു മൈൻഡ് ഇഫ് കഴിഞ്ഞാൽ പാസ്റ്റ് ഫോമുമാണ് ഉപയോഗിക്കേണ്ടത്. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. Now complete the following conversation between Joseph Barbera, short JB, and Michael Jackson, MJ, using any of the following expressions.
അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്കിൾ ജാക്സണും ജോസഫ് ബാർബറയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇവിടെ ഡാഷ് ഐ ആസ്ക്ഡ് യു, അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അടുത്തത് ഡു യു മൈൻഡ് ഡാഷ്, അപ്പോൾ ഡു യു മൈൻഡിന് ശേഷം ING ഫോം ഉപയോഗിക്കണം. ആദ്യത്തത് അവിടെ വുഡ് യു മൈൻഡ് ഇഫ് എന്ന് ഉപയോഗിക്കണം, കാരണം പാസ്റ്റ് ടെൻസ് ആണല്ലോ ഉപയോഗിച്ചത്. അടുത്തത് ഡു യു മൈൻഡ് ഓട്ടോഗ്രാഫിംഗ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഇവിടെ എഴുതിയതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാം. മൈക്കിൾ ജാക്സൺ, ഹലോ ബാർബറ, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു. അപ്പോൾ മൈക്കിൾ ജാക്സൺ പറയാണ്. അപ്പോൾ JB ജോസഫ് ബാർബറ പറയാണ് പ്ലീസ് ടു മീറ്റ് യു ടു മൈക്കിൾ, പ്ലീസ് കോൾ മീ ജോ. അപ്പോൾ MJ പറയാണ് താങ്ക്സ് ജോ, വെൽ ഐ ബീൻ എ ഹ്യൂജ് ഫാൻ ഓഫ് യുവേഴ്സ്, വുഡ് യു മൈൻഡ് ഇഫ്. അപ്പോൾ ഒന്നാമത്തത് വുഡ് യു മൈൻഡ് ഇഫ്, രണ്ടാമത്തത് ഡു യു മൈൻഡിന് ശേഷം ING ഫോം ഉപയോഗിക്കണം, അപ്പോൾ പാസിങ്. മൂന്നാമത്തത് ഡു യു മൈൻഡ്, നാലാമത്തത് ഡു യു മൈൻഡ് ഇഫ്, കാരണം അവിടെ ആസ്ക് എന്നുള്ള പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ രേഖപ്പെടുത്താം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. എ സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് 9 who has read Ink and Melody narrates the events of autobiography to a friend. 2 sentences from the narration are given in the first column of the following table. അപ്പോൾ നമുക്കിവിടെ 2 ടേബിളുകൾ കാണാം. ഒന്നാമത്തെ ടേബിൾ സെൻറ്റൻസ് ഇൻ ദ സ്റ്റുഡൻസ് നറേഷൻ. ഈ കുട്ടി ഈ ഒരു പാഠത്തെക്കുറിച്ച് തൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു സെൻറ്റൻസ് ആണ് ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഒറിജിനൽ അവർ പറഞ്ഞ അതേ സെൻറ്റൻസ് ആണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബാർബറ പറഞ്ഞ ആക്ച്വൽ വേർഡ്സ് എന്താണ്? വുഡ് യു ലൈക്ക് ടു ഗെറ്റ് ദം ഓട്ടോഗ്രാഫ്ഡ് എന്നാണ്. അപ്പോൾ ഈ കുട്ടി ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാർബറ ജാക്സണോട് ചോദിച്ചു അത് ഓട്ടോഗ്രാഫ് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് സെൻറ്റൻസ് ആക്കി നമ്മൾ എഴുതുമ്പോൾ ബാർബറ ആസ്ക്ഡ് ജാക്സൺ ഇഫ് ഹി വുഡ് ലൈക്ക് ടു ഗെറ്റ് ദം ഓട്ടോഗ്രാഫ്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻറ്റ് പറഞ്ഞ ആ ഒരു വിവരണത്തിലുള്ള സെൻറ്റൻസ് ഇടതുവശത്തും അതിൻ്റെ ഒറിജിനൽ സെൻറ്റൻസ് ആ കഥാപാത്രം പറഞ്ഞ അതേ സെൻറ്റൻസ് വലതുവശത്തും കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു ഡയലോഗ് ഒരാൾ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, WH ക്വസ്റ്റ്യൻസ് അല്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിർബന്ധമായിട്ടും ഇഫ് അല്ലെങ്കിൽ വെദർ ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാലാണ് ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആവുക. അപ്പോൾ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ടെൻസിൽ മാറ്റം വന്നിട്ടുണ്ട്, പ്രൊനൗൺസിന് മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ പങ്ക്ച്വേഷൻ മാർക്സ്. ഇവിടെ വലതുവശത്ത് നോക്കിയാൽ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കാണാം, പക്ഷേ ഇടതുവശത്ത് ആ ക്വസ്റ്റ്യൻ മാർക്കെല്ലാം ഒഴിവായി അവിടെ ഫുൾ സ്റ്റോപ്പ് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? വേർഡ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇഫ് ഓർ വെദർ. പ്രൊനൗണിൽ മാറ്റം വന്നത് യു എന്നുള്ളത് ഹി ആയി മാറി. വെർബിൽ വുഡ് ലൈക്ക് എന്നുള്ളത് വുഡ് എന്നായി മാറി. അതുപോലെ മറ്റ് മാറ്റങ്ങൾ അതർ ചേഞ്ചസ് എന്തൊക്കെയാണ്? കൊട്ടേഷൻ മാർക്സ് മാറി, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ മാറി, അതിന് പകരം ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുകയാണ്. ഇനി റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ഫ്രം എ ടോക്ക് ഷോ. ഒരു ടോക്ക് ഷോയിലെ കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹോസ്റ്റും ഈ ടോക്ക് ഷോ നടത്തുന്ന ആൾ, അതുപോലെ സീമ, അതുപോലെ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു സംഭാഷണം വായിച്ചു നോക്കിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ വിഷയം? ഇൻഫ്ലുവൻസ് ഓഫ് യങ് പീപ്പിൾ ഓൺ ദെയർ പേരൻസ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് കുട്ടികൾ എങ്ങനെ മുതിർന്നവർ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്ന കാര്യത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഇവിടെ ഹോസ്റ്റ് പറയുന്നു, തുടക്കം മുതൽ ഒന്ന് വായിക്കാം. വെൽക്കം ഡിയർ വ്യൂവേഴ്സ്, ടുഡേ ദ ടോക്ക് ഷോ ഫോക്കസ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് യങ് പീപ്പിൾ ഓൺ ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ. വി ഹാവ് വിത്ത് us Miss Seema, parent who has agreed to discuss this issue. Let's welcome her. Hello ma'am, welcome to the show. അങ്ങനെ സീമ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സീമ പറയുന്നു, താങ്ക് യു, ഐ എം ഹോണർഡ് ടു ബി ഹിയർ. ആസ് എ പാരന്റ് ടെൽ മീ, ഡു യുവർ ചിൽഡ്രൻ ഇൻഫ്ലുവൻസ് യുവർ കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വാങ്ങണമെന്നുള്ളത് നിങ്ങളുടെ എന്ന കാര്യത്തിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ സ്വാധീനിക്കാറുണ്ടോ? അപ്പോൾ സീമ പറയുന്നു, ഓഫ് കോഴ്സ്, തീർച്ചയായും. ദേ ഹാവ് ദെയർ ചോയ്സ്. അവർക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് അവർക്ക് അതിൻ്റെ ചോയ്സ് ഉണ്ട്. ആൻഡ് ദേ ഇമ്പോസ് ദം ഓൺ അസ് ടു. അവർ ഞങ്ങളെ ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് ഞങ്ങളെ നിർബന്ധിക്കാറുമുണ്ട്. ഡു ദ ഇൻഫ്ലുവൻസ് യുവർ എവറി ഡേ പർച്ചേസ്. നിങ്ങൾ എല്ലാ ദിവസവും വാങ്ങുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കുട്ടികളുടെ പറയുന്ന അനുസരിച്ചാണോ? യെസ്, യൂഷ്വലി ഐ ഹാവ് ടു ബൈ തിങ്സ് ഓഫ് ദെയർ ചോയ്സ്. അവർ പറയുന്നതാണ് കാര്യങ്ങളാണ് വാങ്ങാൻ ഞാൻ നിർബന്ധിതയാവാറുണ്ട്. ഡു യു കൺസിഡർ യുവർ ചിൽഡ്രൻസ് ഒപ്പീനിയൻ വെൻ യു ബൈ എക്സ്പെൻസീവ് തിങ്സ് ഓർ ഡിസൈഡ് വെയർ ടു ഗോ ഓൺ വെക്കേഷൻ. അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? വില കൂടിയ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഒക്കെ കുട്ടികളുടെ അഭിപ്രായം തേടാറുണ്ടോ? യെസ്, nowadays they do all research and steer the family choice, so we have to consider their opinions. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കണം.
ഈസ് ദ ന്യൂ മോർ റിലാക്സ്ഡ് പാരൻറ്റിങ് സ്റ്റൈൽ എ റീസൺ ഫോർ ദിസ്? അപ്പോൾ പേരൻസ് ഇങ്ങനെ കുട്ടികൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അതുപോലെ ചെയ്യുന്നത് അത് പുതിയൊരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണോ ഇത്? ഷുവർ, ദാറ്റ് കുഡ് ബി വൺ ഓഫ് ദ റീസൺസ്. അതും ഒരു കാരണമാണ്. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും അത് നോട്ട്ബുക്കിൽ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ദ ഇൻഫ്ലുവൻസ് ഓഫ് യങ് കൺസ്യൂമേഴ്സ് ഓൺ ഹൗസ് ഹോൾഡ് പർച്ചേസസ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഇൻ ടുഡേയ്സ് കൺസ്യൂമർ സൊസൈറ്റി, ചിൽഡ്രൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് their parents' purchasing decisions. As highlighted by Miss Seema in a talk show, parents often consider their children's preferences when shopping for everyday items such as snacks, personal care products. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ പറയുന്നതിനനുസരിച്ചാണ് മുതിർന്നവർ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ആ രീതിയിൽ അവർ സ്വാധീനിക്കാറുണ്ട്. ചിൽഡ്രൻ ഹാവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ത്രൂ അലവൻസസ് ആൻഡ് ഗിഫ്റ്റ്സ്. കുട്ടികളുടെ കയ്യിൽ തന്നെ പണമുണ്ട്. എംപവറിംഗ് ദം ടു മേക്ക് പർച്ചേസിംഗ് ചോയ്സ് ആൻഡ് അഫക്റ്റിംഗ് ഫാമിലി ഡിസിഷൻസ് മോർ ദാൻ എവർ. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിലുള്ള ആളുകൾ എന്ത് വാങ്ങുന്നു എന്നുള്ളതിന് അവർ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അവരത് വാങ്ങുന്നു. അഡ്വർടൈസിംഗ് സ്ട്രാറ്റജീസ് ഓൾസോ ടാർഗറ്റ് യങ് ഓഡിയൻസ് വിത്ത് വൈബ്രൻറ്റ് കളേഴ്സ് ആൻഡ് സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്സ്. അതുപോലെ തന്നെ പരസ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ കുട്ടികളെ കയ്യിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേക കളറും സൗണ്ട് ഇഫക്റ്റും അതുപോലെ പ്രശസ്തരായിട്ടുള്ള മറ്റ് താരങ്ങളും സ്പോർട്സ് താരങ്ങളും സിനിമാ താരങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പരസ്യ കമ്പനികൾ ചെയ്യുന്നത്. എഫക്റ്റീവ്ലി ക്യാപ്ചറിങ് ദെയർ ഇൻട്രസ്റ്റ്. However, this influence brings challenges as parents must balance children's desires with responsible consumerism. പക്ഷേ ഇവിടെ രക്ഷിതാക്കൾ കുട്ടികൾ പറയുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുകയല്ല, അതിനെക്കുറിച്ച് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം. Ultimately, guiding children towards informed purchasing choices and fostering awareness about advertising's impacts are essential for nurturing mindful consumers in the future. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് എഴുതാം. ഇനി ലെറ്റ്സ് പ്ലേ വിത്ത് ദ വേർഡ്സ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ടോയ്സ് ടു ടീൻസ്. ഡ്രാക്കുളറ ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ. ഡ്രാക്കുളറയ്ക്ക് നീളമുള്ള കറുത്ത മുടിയാണ്. ഡ്രാക്കുളറ ഹാസ് പിങ്ക് ബൂട്ട്സ്, അല്ലെ, പിങ്ക് ബൂട്ട്സ് ധരിച്ചിരിക്കുന്നു. ഹൗ ക്യാൻ വി കമ്പൈൻ ദീസ് ടു സെൻറ്റൻസ് ടു ഫോം എ സിംഗിൾ സെൻറ്റൻസ്? അപ്പോൾ ഇത് രണ്ടും കൂടി രണ്ട് സെൻറ്റൻസ് ആണ്. ഡ്രാക്കുളറ ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ, ഡ്രാക്കുളറ ഹാസ് പിങ്ക് ബൂട്ട്സ്. ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് വരിക? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആൻഡ് ചേർത്താൽ മതി. ഡ്രാക്കുളറ ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ ആൻഡ് പിങ്ക് ബൂട്ട്സ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും പറയാം. അപ്പോൾ ഇവിടെ ആൻഡ് ഇവിടെ ഈ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാക്കായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകളെ, സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്കേഴ്സ്, ലിങ്ക് ചെയ്യുന്ന വാക്കുകൾ. അപ്പോൾ ഇവിടെ കുറേ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ആ ഒരു ലിങ്കർ ഉപയോഗിച്ചുകൊണ്ട് ആ രണ്ട് സെൻറ്റൻസുകളെ ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഈ രീതിയിൽ എഴുതാം. ഐ വാസ് കോൾഡ് എ ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് ആൻഡ്. അപ്പോൾ അവിടെ കണക്റ്റിംഗ് വേർഡ് ആൻഡ് ഉപയോഗിക്കുക. ഐ വാസ് കോൾഡ് എ പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓർ ഡിഷ് വാഷർ. രണ്ടാമത്തെ സെൻറ്റൻസിൽ ബിക്കോസ് എന്നുള്ള കണക്ടർ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസിനെ ഒന്നാക്കി. മൂന്നാമത്തതിൽ ഡ്യൂറിങ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ രണ്ട് സെൻറ്റൻസുകളെ ഒന്നാക്കി. നാലാമത്തേൽ ഈവൻ ദോ, അടുത്തതിൽ ഫോർ, അടുത്തതിൽ ഇൻ അഡീഷൻ ടു, അടുത്തതിൽ എലോങ് വിത്ത്, അങ്ങനെ അവസാനത്തേൽ ബട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സെൻറ്റൻസുകളെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ലിങ്കേഴ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ലിങ്കേഴ്സ് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ലിങ്കേഴ്സ് ആർ വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് ദാറ്റ് ലിങ്ക്, മാനേജ് ഓർ ഓർഗനൈസ് സെൻറ്റൻസസ്. ദേ കണക്ട് ടു ഓർ മോർ ഐഡിയാസ് ഇൻ സ്പീച്ച് ഓർ റൈറ്റിംഗ്. ദേ ക്യാൻ ഓൾസോ ബി കോൾഡ് ലിങ്കിങ് വേർഡ്സ്. അപ്പോൾ അതിനെ ലിങ്കേഴ്സ് എന്നോ അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറിയിൽ നമ്മൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കേഴ്സ് ഏതൊക്കെയാണ്? നെവർത്ത്-ലെസ്, ഓൺ ദ ഹോൾ, ദെയർഫോർ, ഇൻ ഓർഡർ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക, ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം. നെവർത്ത്-ലെസ്, ഇൻ ഓർഡർ ടു, ഓൺ ദ ഹോൾ, ദെയർഫോർ, ആസ് എ റിസൾട്ട്. അപ്പോൾ ഈ ലിങ്കേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനോ അതുപോലെ നല്ലൊരു ലാംഗ്വേജിനൊരു ഫ്ലോ കിട്ടാനൊക്കെ സഹായകമാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇവിടെ കുറച്ച് റീഡിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ ആൻസർ വലതുവശത്ത് എഴുതുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തതിൻ്റെ ആൻസർ മോൺസ്റ്റർ, രണ്ടാമത്തത് ക്രേഡിൽ, മൂന്നാമത്തത് സെലിബ്രിറ്റി, നാലാമത്തത് ജിങ്കിൾ, അഞ്ചാമത്തത് ഗ്രേവ്, ആറാമത്തത് ചോർസ്. അപ്പോൾ അതിൻ്റെ ക്ലൂ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു 4
4 റിഡിൽസ് കൂടി എഴുതാൻ ഉള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 4 റിഡിൽസ് കൂടി എഴുതാം. ഐ സ്പീക്ക് വിത്തൗട്ട് എ മൗത്ത് ആൻഡ് ഹിയർ വിത്തൗട്ട് ഇയേഴ്സ്. അപ്പോൾ അവിടെ എൻ്റെ ആൻസർ, ഒന്നാമത്തെ ആൻസർ എക്കോ, രണ്ടാമത്തെ ആൻസർ കീബോർഡ്, മൂന്നാമത്തെ ആൻസർ ക്യാൻഡിൽ, നാലാമത്തെ ആൻസർ ഫുഡ് സ്റ്റെപ്സ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 3. ഇതൊരു പ്രത്യേക തരത്തിലുള്ള പസിലാണ്. അപ്പോൾ ഇവിടെ ഒരു വാക്ക്, 4 വാക്കുകളാണ് ഇവിടെ ഉള്ളത്. ഈ 4 വാക്കിനും ചേരുന്ന കുറച്ച് വാക്കുകൾ നമ്മളിവിടെ കൊടുക്കണം. അതിൻ്റെ ആദ്യത്തെ അക്ഷരം അതിൻ്റെ ലെറ്റേഴ്സും ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തത് ഐഡിയാസ് ഫ്ലോ, നർച്ചറിങ് തോട്ട്സ്, കീപ്സ്. ഇതിൻ്റെ 3ൻ്റെയും ആദ്യത്തെ അക്ഷരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാക്ക് കിട്ടും. ഇങ്ക്. അതുപോലെ മറ്റു വാക്കുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ 2, 3, 4. ഒന്നാമത്തത് ഇങ്ക്, രണ്ടാമത്തത് ഇവിടെ ഇടതുവശത്തായിട്ട് കാണിച്ചിട്ടുണ്ട് ബഫ്, BUFF ആണ്. മൂന്നാമത്തത് മെലഡി, MELODY. നാലാമത്തത് ആലി, ALLEY. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കുറേ ക്ലൂസ് ഒക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഈ ക്ലൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് കഥാപാത്രത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ടോം എന്നുള്ളതിന് നമ്മൾ TOM, ടീക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ടൈനി പെസ്റ്റ് ഹു ഈസ് ഓൾവേസ് ചേസിങ് ആഫ്റ്റർ എ മൗസ്, എപ്പോഴും ഒരു എലിയുടെ പുറകെ നടക്കുന്ന ഒരു ജീവി. ഓവർ ദ ടോപ്പ് ആൻറ്റിക്സ് ആൻഡ് ഹ്യൂമർ സിറ്റുവേഷൻസ് ഓഫൺ അൺഫോൾഡ്, മിസ്ചീവിയസ് ക്യാറ്റ് നോൺ ഫോർ ഹിസ് എൻഡ്ലെസ് ബാറ്റിൽസ് വിത്ത് ഹിസ് ഫ്രണ്ട്. അപ്പോൾ അത് മൂന്നിൻ്റെയോ ആദ്യത്തെ അക്ഷരം എടുക്കുമ്പോൾ നമുക്ക് ടോം എന്ന് കിട്ടും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ജെറി, കാർട്ടൂൺ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഈ രീതിയിൽ, ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലൊരു സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് ആലീസ് എന്നാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മാർക്ക് എന്നാണെന്നിരിക്കട്ടെ. അപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളായിരിക്കണം അതിൻ്റെ ഓരോ ലെറ്ററിലും വരേണ്ടത്. അപ്പോൾ ഇവിടെ ആലീസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആലീസിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഓരോന്നിലും കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ അക്ഷരം നമുക്കിവിടെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു പേര് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ആലീസിൻ്റെയും മാർക്കിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇമെയിലാണ്. മിസ്റ്റർ കിരണിന് ലഭിച്ച ഒരു ഇമെയിലാണ്. ഈ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സബ്ജക്റ്റ്, കാര്യങ്ങൾ, ഡേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ആം മിസ് കയോട്ട, എ 4th year മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആൻഡ് എ ഫ്രണ്ട് ഓഫ് യുവർ സിസ്റ്റർ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഐ നീഡ് യുവർ ഹെൽപ്പ് ടു പേ മൈ ഫീ. എനിക്ക് ഫീസ് അടയ്ക്കുന്നതിന് താങ്കളുടെ സഹായം വേണം. ഐ ഹാവ് $, 4.2 million ഇൻ മൈ അക്കൗണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ $4.2 million ഉണ്ട്. ബട്ട് മൈ കോളേജ് അക്സെപ്റ്റ്സ് പേയ്മെൻറ്റ്സ് ഓൺലി ഫ്രം ഗാർഡിയൻസ്. പക്ഷേ ഗാർഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ കോളേജ് പൈസ സ്വീകരിക്കുകയുള്ളൂ. മൈ പേരൻറ്റ്സ് പാസ്ഡ് അവേ ഇൻ ആൻ ആക്സിഡൻറ്റ് റീസെൻ്റ്ലി. അപ്പോൾ അതുപോലെ തന്നെ പേരൻസ് ഒക്കെ അപകടത്തിൽപ്പെട്ട് മരിച്ചും പോയി. ഐ വിൽ ട്രാൻസ്ഫർ ദി എമൗണ്ട് ടു യുവർ അക്കൗണ്ട് ഇഫ് യു സെൻഡ് മീ യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആൻഡ് പിൻ ഫോർ ലീഗൽ ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും പിൻ നമ്പറും എനിക്ക് അയച്ചു തരണം. ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് യു വിൽ റിസീവ് 20% ഓഫ് ദ ടോട്ടൽ എമൗണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ നിങ്ങൾ എത്ര പൈസ അയക്കുന്നു ആ പൈസയുടെ 20% കൂടി കൂട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും. ഐ വുഡ് ബി മച്ച് ഒബ്ലിജ്ഡ് ഇഫ് യു വുഡ് കൈൻഡ്ലി അസിസ്റ്റ് മീ. പിന്നെ ഈ ലിങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു ലിങ്കും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു വ്യാജ മെസ്സേജാണ്, ഒരു വ്യാജ ഇമെയിലാണ് ഇവിടെ മിസ്റ്റർ കിരണിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ഹൂ റോട്ട് ദ ലെറ്റർ? ലെറ്റർ അല്ല, ഇമെയിൽ. ഇമെയിൽ എഴുതിയിരിക്കുന്നത് ആരാണ്? മിസ് കയോട്ട, 4th year മെഡിക്കൽ സ്റ്റുഡൻറ്റ്, 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. വാട്ട് ഈസ് ദ പർപ്പസ്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ ഈസ് ടു റിക്വസ്റ്റ് അസിസ്റ്റൻസ് ഫ്രം മിസ്റ്റർ കിരൺ ടു പേ ഹെർ കോളേജ് ഫീസ്. As she claims her college only accepts payments from guardians, she mentions that she has a substantial amount of money in her account but needs help to transfer it. അപ്പോൾ ഡു യു തിങ്ക് ദ ലെറ്റർ ഈസ് ജെന്യുവിൻ? അപ്പോൾ ഇതൊരു സത്യസന്ധമായ ഒരു ഇമെയിൽ ആണോ, അല്ലെങ്കിൽ ഇതൊരു വ്യാജ ഇമെയിൽ ആണോ, ഇതൊരു കള്ള ഇമെയിൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. നോ, ദ ലെറ്റർ ഡസ് നോട്ട് സീം ജെന്യുവിൻ. ഈ ലെറ്റർ ശരിക്കുള്ള ഒരു ലെറ്റർ ആണെന്ന് തോന്നുന്നില്ല. അതിന് കുറച്ച് കാരണങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഇറ്റ് എക്സിബിറ്റ് സെവറൽ റെഡ് ഫ്ലാഗ്സ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് സ്കാം ഇമെയിൽ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന വ്യാജ ഇമെയിലുകളുടെ പല ലക്ഷണവും ഇതിനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇറ്റ് ആസ്ക് ഫോർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ വളരെ രഹസ്യമാക്കി വെക്കേണ്ട ചില ഇൻഫർമേഷൻസ് ഒക്കെ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് അക്കൗണ്ട് നമ്പർ, അതുപോലെ പിൻ. ഇറ്റ് പ്രോമിസസ് എ ലാർജ് സം ഓഫ് മണി ഇൻ എക്സ്ചേഞ്ച് ഫോർ അസിസ്റ്റൻസ്. അപ്പോൾ സഹായിച്ചാൽ വലിയൊരു പണം തരുമെന്ന് പറയുന്നത് സാധാരണ ഇത്തരത്തിൽ സ്കാം ഇമെയിൽ അയക്കുന്നവരുടെ ഒരു ടെക്നിക്കാണ്, നമ്മളെ വലയിൽ വീഴിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ദ ഇമോഷണൽ അപ്പീൽ റിഗാർഡിംഗ് ദ റൈറ്റേഴ്സ് ഡിസീസ്ഡ് പാരൻസ് ഇസ് ലൈക്ലി ഇന്റർനെറ്റ് ടു മാനിപ്പുലേറ്റ് ദ റീഡേഴ്സ് ഫീലിംഗ്. അതുപോലെ തന്നെ ഇത് വായിക്കുന്ന ആൾക്കൊരു ഫീലിംഗ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പേരൻസ് ഒക്കെ മരിച്ചുപോയി എന്നും ഒക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒരു സംശയാസ്പദമായ ഒരു ലിങ്കുമാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലിങ്കുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വ്യാജ ഇമെയിലാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. സെൻസിങ് ഡേഞ്ചർ, മിസ്റ്റർ കിരൺ തോട്ട് ഓഫ് സീക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് ഹിസ് മദേഴ്സ് ഫ്രണ്ട്, എ പോലീസ് ഓഫീസർ നെയ്മഡ് സബ. അപ്പോൾ മിസ്റ്റർ കിരൺ എന്ത് ചെയ്യുന്നു, ഈ വിവരം ഒരു പോലീസ് ഓഫീസറായ സബയെ അറിയിക്കുന്നു. സബ. അപ്പോൾ സബ എന്ത് ചെയ്യുന്നു, മിസ്റ്റർ കിരണും സബയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സബ പറയാണ്, ഹായ് കിരൺ, വാട്സ്ആപ്പ്, യു ലുക്ക് വറീഡ്. എന്താ പറ്റിയത്, എന്താണ് പ്രശ്നം? ഹായ് സബ, ഐ ജസ്റ്റ് റിസീവ്ഡ് എ സ്ട്രേഞ്ച് ഇമെയിൽ ഫ്രം സമ്മൺ ക്ലെയിമിംഗ് ടു ബി എ മെഡിക്കൽ സ്റ്റുഡൻറ്റ്. ദേ വാണ്ട് മൈ ഹെൽപ്പ് ടു ട്രാൻസ്ഫർ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. അല്ലേ, എനിക്കൊരു സംശയാസ്പദമായ ഒരു ലെറ്റർ ലഭിച്ചിരിക്കുകയാണ്, ഒരു ഇമെയിൽ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹായം വേണം പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെന്നൊക്കെ പറഞ്ഞിട്ട്. ദാറ്റ് സൗണ്ട് സസ്പീഷ്യസ്. വാട്ട് എക്സാക്ട്ലി ഡിഡ് ദ ഇമെയിൽസ്? എന്താണ് ഈ ഇമെയിലിൽ പറയുന്നത്? അപ്പോൾ ഈ ഇമെയിലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 മില്യൺ പൈസ അക്കൗണ്ടിലുണ്ട്, പക്ഷേ ആ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഗാർഡിയൻ എന്നുള്ള രീതിയിൽ താങ്കൾ അയച്ചു തരണം, അപ്പോൾ ഞാൻ അതിന് 20% കൂടുതൽ പൈസ അയച്ചു തരാം എന്നൊക്കെയാണ്. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസും പിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സഭ പറയുകയാണ്, ദാറ്റ്സ് ഡെഫിനറ്റ്ലി റെഡ് ഫ്ലാഗ്. തീർച്ചയായിട്ടും അതൊരു പറ്റിക്കലാണ്. ഡിഡ് യു ഗീവ് എനി ഇൻഫർമേഷൻ? നിങ്ങൾ അത് വിശ്വസിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ അയച്ചു കൊടുത്തോ? നോ, ഐ ഹാവ് റെസ്പോണ്ടഡ് ഇറ്റ്, ബട്ട് ഐ എം ഷുവർ വാട്ട് ടു ഡു. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഗുഡ് കോൾ, ഡോണ്ട് റിപ്ലൈ ടു ഇറ്റ്. അതിന് മറുപടി കൊടുക്കാതിരിക്കുക. അത് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഹൗ ഷുഡ് ഐ റിപ്പോർട്ട് ഇറ്റ്? ഞാനത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? യു ക്യാൻ ഫയൽ എ കംപ്ലയിൻറ്റ് ഓൺലൈൻ, വിസിറ്റ് ദ ലോക്കൽ പോലീസ് സ്റ്റേഷൻ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് ദി ഇമെയിൽ ആസ് എവിഡൻസ്. അപ്പോൾ ഈ ഒരു ഇമെയിൽ ഒരു എവിഡൻസ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. താങ്ക്സ് സബ, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. നോ പ്രോബ്ലം, ജസ്റ്റ് സ്റ്റേ അലേർട്ട് ആൻഡ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട് ഇഫ് യു നീഡ് എനി മോർ അസിസ്റ്റൻസ്. ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലെ ആക്ടിവിറ്റീസിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.